എല്ലാവർക്കും ദൈവസന്നിധിയിരിക്കാം. ദൈവേഷ്ടമായാൽ 2017 ജനുവരി മാസം 25-ാം തീയതി കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ ഉമ്മന്നൂർ വില്ലേജിൽ കല്ലേലിൽ വീട്ടിൽ പാസ്റ്റർ അലക്സ് കുട്ടി യോഗനാന്റെയും ശ്രീമതി ആനി അലക്സ് കുട്ടിയുടെയും മകൻ അലൻ കല്ലേലിൽ അലക്സ് കുട്ടി, പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ഗാസിയാബാദ് ജില്ലയിൽ സാഹിദാബാദ് താലൂക്കിൽ പസോന്ത വില്ലേജിൽ B138 F2 ഷാലിമാർ ഗാർഡൻ എക്സ്റ്റൻഷൻ 2 വീട്ടിൽ ശ്രീ മുണ്ടക്കൽ ജോസഫിൻ്റെയും ശ്രീമതി മോളി ജോസഫിൻ്റെയും മകൾ സോനു ജോസഫും തമ്മിലുള്ള വിവാഹം 2017 ആണ്ട് 1-ാം മാസം 25-ാം തീയതി ബുധനാഴ്ച പകൽ 10:30 ബ്രദർ ആൻഡ് ബിലീവേഴ്സ് ക്യാമ്പസ് ടെസ്റ്റിൽ വച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രിയ അലനും പ്രിയ സോനുവിനും അവർക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഇരിപ്പിടത്തിലേക്ക് തനിയെ കടന്നു വരികയോ നിയോഗിക്കപ്പെട്ട പ്രിയപ്പെട്ടവർ കൂട്ടിക്കൊണ്ടുവരികയോ ചെയ്യേണ്ടതാണ്. ഈ സമയം കൊയർ ഒരു പാട്ട് പാടുന്നതാണ്.
സുസ്ഥിതനാഥന്റെ കരവിരുത് സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ. സുസ്ഥിതനാഥന്റെ കരവിരുത് മഹിമയിൻ പ്രഭുതാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ. മഹിമയിൻ പ്രഭുതാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ. യേശുനാഥ നീ എൻ ദൈവം. യേശുനാഥ നീ എൻ ആശ്രയം. യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം. യേശുനാഥ നീ എൻ ആശ്രയം. യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. ഈ സമയം നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഒരു സങ്കീർത്തനം വായിക്കുന്നു, 45-ാം സങ്കീർത്തനം. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കും. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ ഹൃദയ രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖന്റെ എഴുത്തുകോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീണായുള്ളവയെ നിന്റെ വാൾ അരക്കി കെട്ടുക. നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോട് കൃതാർത്ഥനായ വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നേക്കുള്ളതാകുന്നു. നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ. നിന്റെ കൂട്ടുകാരിൽ പരമായ നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവണവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമധുരങ്ങളിൽ നിന്ന് കമ്പിനാഥം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവി ചായ്ക്ക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സ്വനിവാസികൾ ജനത്തിന്റെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് തന്നെ നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസ കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകുമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരം ഇരിക്കും. സർവ്വഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. നാം ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാസ്റ്റർ എബി പീറ്റർ മുമ്പോട്ട് വന്ന് പ്രാർത്ഥനയെ സഹായിക്കും. ദൈവമായ കർത്താവേ, ഞങ്ങൾ പാടിയതുപോലെ യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലം, യേശുനാഥ നീ എൻ കോട്ട. ഇത്ര നല്ല ദൈവത്തെ ഞങ്ങൾക്ക് അറിയുവാനുള്ള ഭാഗ്യം അങ്ങ് തന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ പ്രിയ അലനും സോണിക്കും അവർക്ക് ദൈവം ദാനമായി കൊടുത്ത ഈ സന്തോഷ നിമിഷത്തിൽ അവർക്കൊപ്പമായിരിക്കാനും ഈ വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനും അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കി തന്ന സാവകാശത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട ഇരുവർക്കും അവരുടെ കുടുംബങ്ങൾക്കും കൊടുത്തിരിക്കുന്ന സകല നന്മകൾക്കുമായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സർവത്തിലും ഉപരി ദൈവത്തെ അറിയുവാനുള്ള ഭാഗ്യം പ്രിയപ്പെട്ടവർക്ക് അങ്ങ് നൽകിയല്ലോ.
സത്യദൈവത്തെ അറിയുവാനും അടുക്കുവാനുമുള്ള സാവകാശങ്ങൾ ജീവിതത്തിൽ അവർക്ക് നൽകിയല്ലോ. അവരുടെ വളർച്ചയിൽ കൂടെ ഇരുന്നു, വിദ്യാഭ്യാസം കൂടെ ഇരുന്നു. ആവശ്യമായ ആരോഗ്യവും ബലവും ദൈവകൃപയും സമയാസമയങ്ങളിൽ നൽകി. വിശേഷാൽ ഈ തരുണത്തിൽ ഞങ്ങൾ ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോൾ പ്രിയപ്പെട്ടവരുടെ ഇരുവരുടെ മേൽ മാത്രമല്ല, ഇവിടെ കൂടിയിരിക്കുന്ന സകല ജനങ്ങളുടെ മേലും ദൈവിക അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടക്കുന്ന കർത്താവെ കാര്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ നിയന്ത്രണം ഉണ്ടായിരിക്കുമാറാകണമേ. ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ ദാസന്മാർ, കർത്താവെ ഈ വിവാഹ ഉടമ്പടി ചൊല്ലിക്കൊടുക്കുന്ന അങ്ങയുടെ വിലയേറിയ ദാസൻ, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കുകയും അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ശുശ്രൂഷ ഞങ്ങൾക്ക് ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അത് ഇന്ന് വിവാഹം കഴിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മാത്രമല്ല, ഇവിടെ കടന്നു വന്നിരിക്കുന്ന സകല കുടുംബങ്ങൾക്കും ഈ ശുശ്രൂഷ അനുഗ്രഹമായി തീരേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. അങ്ങയുടെ കൃപ ഞങ്ങളുടെ മധ്യേ ഉണ്ടാകണമേ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ദൈവസനെ ഇരിക്കാം. ഈ സമയത്ത് വധുവിനെയും പരിചയപ്പെടുത്തിക്കൊണ്ട് മാത്രമല്ല, നമ്മെ സ്വാഗതം ചെയ്തുകൊണ്ട് പാസ്റ്റർ റോബിൻസൺ അവരുകൾ നമ്മോട് സംസാരിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ അനുഗ്രഹീതമായ നിമിഷം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ അലിൻ്റെയും സോനുവിൻ്റെയും വിവാഹത്തോളം ബന്ധത്തിലാണല്ലോ നാം എല്ലാവരും ഈ പകൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷം നമുക്ക് ഈ പ്രിയ കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് സന്തോഷിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന നല്ല ഭാഗ്യത്തിനായി എല്ലാവർക്കും ഒരു നിമിഷം സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പ്രാരംഭ നിമിഷത്തിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നൊരു നിമിഷമാണ്. എൻ്റെ സഭയിലെ പ്രിയ പൈതലാണ് പ്രിയ സോനു. അവളുടെ വിവാഹത്തോളം ബന്ധത്തിൽ ഒരുമിച്ച് ഈ വേദിയിൽ നിൽക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ ഭാഗ്യത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പരമമായി ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പാസ്റ്റർ സാമുവേൽ വർഗീസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ എം ജെ ജോസഫ്, പ്രിയ മോളി ജോസഫ് എന്നിവരുടെ മാതൃ ചർച്ചായ കല്ലിശ്ശേരിയിൽ ജോസഫ് ഗോഡിൻ്റെ ശുശ്രൂഷയായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഈ നിമിഷം ഈ മീറ്റിംഗുമായി നമുക്കൊരുമിച്ചായിരിക്കാൻ കർത്താവിൻ്റെ ദാസനെ ബലപ്പെടുത്തുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന ക്രിസ്തുവേശിലുള്ള വന്ദനം ഈ പ്രഭാത യാമത്തിൽ ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. അതിലുപരി ഞാൻ സ്നേഹിക്കുകയും ഞാൻ ബഹുമാനിക്കുകയും എപ്പോഴും എൻ്റെ ജീവിതത്തിൽ മാതൃകയായി എൻ്റെ ജീവിതത്തിൽ ഞാൻ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന റവറൻഡ് ഡോക്ടർ ടി ജി കോശി അവരുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ പിതാവെന്നും ഞങ്ങളെ മക്കളെന്നും വിളിക്കുന്ന അങ്ങനെ ആ സ്നേഹബന്ധത്തിൽ ഇന്ന് വരെയും ഞങ്ങളായിരിക്കുന്നു. 2000 മുതൽ 2004 വരെയും മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ തിരുവചനം പഠിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഭാഗ്യമൊരുക്കി. അതിലുപരി ഞാൻ സന്തോഷിക്കുന്നത്, ഞാൻ ശുശ്രൂഷിക്കുന്ന എൻ്റെ സഭയിൽ പ്രിയ ഒരു പൈതൻ്റെ വിവാഹം നടത്തുവാൻ തക്കവണ്ണം പ്രിയ അച്ചായൻ ഇന്ന് ഈ ശാരീരികമായ ബലഹീനതയുള്ള സമയത്ത് തന്നെ കടന്നു വന്നതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണ്. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ദീർഘകാലം പ്രസിഡന്റായി ഇപ്പോൾ ജനറൽ മിനിസ്റ്ററായിട്ടും കർത്താവിൻ്റെ ഭൃത്യൻ സേവനമനുഷ്ഠിക്കുന്നു. പ്രിയ അച്ചായനെ ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് ഞാൻ വന്ദനം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലുപരി കർത്താവിൻ്റെ ദാസൻ റവൻ മാത്യു എം കുര്യനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദീർഘവർഷം നോർത്ത് ഇന്ത്യയിലെ പ്രദേശത്ത് ഭാഷകൾ പഠിച്ച് ആ ഭാഷയിൽ ലിപിയുണ്ടാക്കി അവരുടെ ഭാഷയിൽ ദൈവവചനം ട്രാൻസ്ലേഷൻ ചെയ്ത് ഒരു വലിയ ദൗത്യം പൂർത്തീകരിച്ച് വീണ്ടും മണക്കാലയിലേക്ക് കടന്നു വന്നു. അവിടെ തിരുവചനം അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഹൈദരാബാദിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് എൻ്റെ സഭയിൽ കടന്നു വരുവാൻ ഇടയായിട്ടുണ്ട്. ഈ നിമിഷം ഞാൻ വളരെ സന്തോഷിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ മാത്യു എം കുര്യനും ഞാൻ ക്രിസ്തുനാമത്തിൽ വന്ദനം ചെയ്യുകയാണ്. ഇതിലുപരി
കർത്താവിൻ്റെ ദാസൻ ഫിജോ ജോൺസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ശശബ്ഗോഡിൻ്റെ സീനിയർ മിനിസ്റ്ററായി ദീർഘവർഷം സേവനമനുഷ്ഠിച്ച കർത്താവിൻ്റെ ദാസൻ വൈസ് സക്രിയ അവരുടെ ഗ്രാൻഡ്സനാണ്. പ്രിയ അലൻ്റെ സഭയുടെ ശുശ്രൂഷകനായി ഇപ്പോൾ ശുശ്രൂഷയിലായിരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ ഈ സാന്നിധ്യത്തിന് ക്രിസ്തുയേശുവിൽ ഞാൻ വന്ദനം ചെയ്യുകയാണ്. മറ്റ് ഇവിടെ വേദിയിലായിരിക്കുന്ന സാബു ജോർജ്, റവറൻറ്റ് അലക്സ് ടി ജെ, എബി പീറ്റർ, പൊന്നച്ചൻ, പാസ്റ്റർ പൊന്നച്ചൻ അവറുകൾ, മറ്റ് ഇവിടെ ആയിരിക്കുന്ന മറ്റ് ദൈവഭൃത്യന്മാർ, മാതാപിതാക്കൾ എല്ലാവർക്കും ക്രിസ്തുവേശുവിലുള്ള വന്ദനം ഈ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഞാൻ അറിയിക്കുകയാണ്. പെൺകുട്ടിയെക്കുറിച്ച് 2 വാക്ക് പറയുവാൻ കഴിയും സമയം. എലനെ സംബന്ധിച്ചോളം സോനുവിനെ ജീവിത പങ്കാളിയായി കിട്ടുന്നത് അലൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പ്രിയ സോനുവിൻ്റെ സഭയുടെ പാസ്റ്റർ എന്ന നിലയിൽ വളരെ എനിക്ക് സന്തോഷമുണ്ട്. ഇന്നത്തെ ആത്മീയ തലമുറയുടെ മധ്യത്തിൽ വളരെ ജീവിത വിശുദ്ധിയും മാതൃകയും ദൈവഭയത്തിലും ഭക്തിയിലും വളർന്ന് ദൈവസഭയുടെ ആത്മീയ ശുശ്രൂഷകളിൽ, യൂത്തിൻ്റെ മിനിസ്ട്രികളിൽ എല്ലാ നിലകളിലും വളരെയധികം തൻ്റെ താലന്തുകൾ ദൈവസഭയ്ക്ക് പ്രയോജനപ്പെടുത്തുന്ന ഒരു ആത്മീയ പൈതൽ എന്ന നിലയിൽ ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. പ്രിയ പൈതൽ തുടർന്നും തൻ്റെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അലൻ്റെ ജീവിതത്തിലും അതുപോലെ ആ സഭയ്ക്കും ഒരു അനുഗ്രഹമായി തീരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സണ്ണിച്ചായൻ മോളിമാമ മയൂർ വികാർ, ഡൽഹിയിൽ മയൂർ വികാർ ദൈവസഭയ്ക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് ദൈവദാസന്മാർ അവരെ മാനിക്കുകയും അവർക്ക് വേണ്ട എല്ലാവിധമായ ആത്മീയ സപ്പോർട്ടുകളും ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭവനം എന്ന നിലയിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. അങ്ങനെയുള്ള ഒരു ആത്മീയ പശ്ചാത്തലത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു പൈതലാണ് പൈതൽ സോനു. എപ്പോഴും ദൈവവചനത്തിൻ്റെ വിശുദ്ധിക്കും പ്രമാണത്തിനും വേണ്ടി അന്ത്യം വരെ നിലനിൽക്കുന്ന ഒരു വാത്സല്യ ഭവനമാണ് പ്രിയ സണ്ണിച്ചായൻ മോളിമ ആൻറ്റിയുടെ ഭവനം. അവർ 3 മക്കളാണ്. പ്രിയ സോളി ഫെബിൻ, അവർക്ക് ഏതാണ്ട് കുഞ്ഞുങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇളയ പ്രിയ പൈതൽ സോജു MBAക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ നിലയിലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഭവനം എന്ന നിലയിൽ ദൈവസഭയ്ക്ക് മാതൃകയായി ദൈവരാജ്യത്തിന് അതിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്ന ആ ഭവനത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ പ്രിയ അലൻ്റെ പപ്പ അലക്സ് കുട്ടി യോഹന്നാൻ ആൻഡ് ആനി അലക്സ് കുട്ടി, പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് മണക്കാല സെമിനാരിയിൽ ദൈവത്തിൻ്റെ വചനം പഠിച്ചതിന് ശേഷം നോർത്ത് ഇന്ത്യയിൽ കടന്നു വന്ന് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും അതിനുശേഷമായി USA കടന്നുപോയി കർത്താവിൻ്റെ വിലയുള്ള ബന്ധത്തിൽ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്ക് വളരെ ഉറപ്പുണ്ട് പ്രിയ 2 മാതാപിതാക്കൾ ജനിച്ചു വളർന്ന പ്രിയ അലൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ്. പ്രിയ പൈതൽ സോനുവിനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിത പങ്കാളിയാണ് ഈ പകൽക്കാലം ദൈവം നൽകിയിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ ആത്മീയ പശ്ചാത്തലത്തിൽ വളർന്നത് കൊണ്ട് തന്നെ കർത്താവിൻ്റെ ദാസൻ ഫിജോ ജോൺസൺ അവരുടെ ചർച്ചകളിൽ വർഷിപ്പ് ലീഡറായിട്ടൊക്കെ വളരെ ആത്മീയ ശുശ്രൂഷയിൽ വളരെയധികം മുൻപോട്ട് കർത്തൃവേലയ്ക്ക് സഹായമായി തീരുന്ന ഓർത്തും ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന മറ്റ് പ്രിയപ്പെട്ടവർ നിങ്ങളുടെ സാന്നിധ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കെല്ലാം ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുകയാണ്. വിവാഹം എല്ലാവർക്കും മാന്യമാണ്. വിവാഹം മാന്യമാകുവാൻ കാരണം ഈ വിവാഹം സ്ഥാപിച്ചത് ദൈവമാണ്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയ ആശയമല്ല. സർവശക്തനാകുന്ന ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല ഞാൻ അവന് തക്ക തുണ ഒരുക്കി കൊടുക്കുന്ന പ്രകാരം ദൈവം തന്നെ മനുഷ്യനൊരു തുണയെ കണ്ടെത്തി ആ വിവാഹ ശുശ്രൂഷ ആ ഏദൻ തോട്ടത്തിൽ ആരംഭിച്ചു. വിശുദ്ധ ബൈബിൾ ആരംഭിക്കുന്ന വിവാഹത്തോടെ വിശുദ്ധ ബൈബിൾ അവസാനിക്കുന്നത് ഒരു വിവാഹത്തോടു കൂടിയാണ്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ മണവാട്ടിയായ സഭയെ വിവാഹം കഴിക്കുന്നതോട് ഈ ശുശ്രൂഷ അല്ലെ ഈ ഇവിടെ കർത്താവിൻ്റെ സഭ മണവാട്ടിയും തമ്മിലുള്ള വിവാഹത്തിൻ്റെ നിഴലായി
ഈ വിവാഹം ഇവിടെ നടക്കുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവോടുകൂടി ഒരു മഹാവിഭാഗത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുവാൻ പോകുകയാണ്. ആ വലിയ പ്രത്യാശയും ആ വിശ്വാസത്തോടുകൂടെ ഈ വിവാഹ ശുശ്രൂഷയിൽ നാം എല്ലാവരും ആ ഭക്തിയോടെ ആയിരിക്കണമെന്ന് പ്രത്യേകാൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ സമയത്ത് ഞാനൊരു വാക്ക് പ്രിയ സോനുവിനോടും പ്രിയ അലനോടും പറയാനുള്ളത്, പലപ്പോഴും തിരുവചനം ഞങ്ങൾ മണക്കാല സെമിനാറിൽ പഠിക്കുമ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ അച്ചായൻ ഞങ്ങളുടെ ക്ലാസ്സിൽ വരാറുണ്ട്. ഞങ്ങൾ വളരെ എപ്പോഴും ആഗ്രഹിക്കും അച്ചായൻ്റെ ചില നിമിഷങ്ങൾ. അപ്പോൾ ഞങ്ങളോട് പറയുന്നത്, കുഞ്ഞുങ്ങളെ നന്നായി പഠിക്കണം, പഠിച്ചെങ്കിൽ മാത്രമേ മാർക്ക് കിട്ടുകയുള്ളൂ. സെനറ്റിൻ്റെ പേപ്പറുകളൊക്കെ നിങ്ങൾ പഠിക്കുന്ന നല്ലതാണ്, പഠിച്ചിരിക്കണം, അത് കോളേജിന് അഭിമാനമാണ്, നിങ്ങൾ ഉന്നത റിസൾട്ട് നേടും. എന്നാൽ അതിലുപരി നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്ന് നിങ്ങൾ പ്രാപിക്കുവാൻ ഇടയായിത്തരണം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം മറന്നാലും അച്ചായൻ്റെ വാക്കുകൾ ഇന്നുവരെയും എൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷയ്ക്ക് സഹായമായി. ഞാൻ പ്രിയ പൈതൽ സോനുവിനോടും അലനോടും പറയുന്നത്, സൗന്ദര്യം മാറിപ്പോകും, പണം മാറിപ്പോകും, പൊസിഷൻ മാറിപ്പോകും, എന്നാൽ ദൈവകൃപ മാറാതെ സൂക്ഷിക്കണം. ദൈവകൃപ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. കുടുംബജീവിതത്തിൽ നിങ്ങൾ ദൈവകൃപയിൽ വളരുവാൻ തക്കവണ്ണം ദൈവപാദപീഠത്തിൽ ഇരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. കമ്പോളത്തിൽ അനേകം പുസ്തകങ്ങൾ കിട്ടാം. ഇന്ന് ഇന്റർനെറ്റ് ലോകമാണ്. കുടുംബജീവിതത്തെക്കുറിച്ച് അനേകം നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ കുടുംബജീവിതം അനുഗ്രഹമാകണമെങ്കിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ജീവിത അന്ത്യം വരെയും അപ്രകാരം ദൈവ സന്നിധിയിൽ നിന്ന് പ്രാപിച്ച് അനുഗ്രഹമായ കുടുംബജീവിതം നയിപ്പാൻ സർവശക്തനാകുന്ന ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വാക്കുകൾ വരും. ദൈവം അനുഗ്രഹിക്കും. വളരെ നന്ദിയുണ്ട്. ദൈവദാസനെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കൊയർ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നതാണ്. ദൈവസന്നിധിയിൽ ദൈവജനം സന്തോഷത്തോടെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം ദൈവസ്ഥിതിയിലായിരിക്കാൻ നമ്മെ സഹായിച്ചല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുന്ന ടീമിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ വളരെയധികം ആശ്വസിപ്പിക്കുകയും അനുഗ്രഹത്തിലേക്ക് നടത്തുകയും ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് വിവാഹത്തോടനുബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം ജീവൻ നൽകുന്നതും നമുക്ക് വളരെയധികം മാർഗദർശിയുമായിട്ടുള്ളതാണ്. ഇന്ന് പകൽക്കാലം പ്രിയ ജോസഫ് ചാൻ്റെയും പ്രിയ മോളിമാമയുടെയും മകളായ സോനുവിൻ്റെയും പ്രിയ അലക്സ് കുട്ടിച്ചാൻ്റെയും ആനി അലക്സ് കുട്ടി മാവുടെയും മകനായ അലനുമായിട്ടുള്ള വിവാഹം ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവം നിയമിക്കപ്പെട്ടതാണ്. നാം അതിനെ അനുഗ്രഹിപ്പാൻ ദൈവസന്നിധിയിലായിരിക്കുന്നു. പ്രിയ സണ്ണിച്ച അല്ലെങ്കിൽ ജോസഫ് ചാനും മോളിമാമയും ചെങ്ങന്നൂർ ചർച്ച് കോഡിൻ്റെ ആദ്യകാലം മുതൽ ഇന്ന് വരെയും ആക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സാണ്. അവർ ആ ചർച്ചിന് വളരെയധികം അനുഗ്രഹവും സഹായവുമായിരുന്നു. കഴിഞ്ഞ കാലത്ത് ദൈവരെ പരിപാലിച്ചു. ആ പ്രിയ മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് ഇപ്രകാരം ദൈവം നമ്മെ കൂട്ടിവരുത്തിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ആ കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നാം കേൾക്കുവാൻ കടന്നു പോവുകയാണ്. വി ആർ ഗോയിങ് ടു ഹിയർ ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്. ഞാനിപ്പോൾ മാസ്റ്റർ മാത്യു എം കുര്യൻ അവരെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തെ പറ്റി ഒരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. മാസ്റ്റർ മാത്യു എം കുര്യൻ ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിലെ ഫാക്കൽറ്റി ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അതോടൊപ്പം തന്നെ ആനന്ദപ്പള്ളിയിൽ ഷാരോൻ ചർച്ചിന്റെ സഭാ ശുശ്രൂഷകനായിട്ടും ദൈവദാസൻ സേവനം അനുഷ്ഠിക്കുകയാണ്. കർത്താവിന്റെ ദാസനെ കൂട്ടിവരുത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൽ നിന്ന് തുടർന്നുള്ള ചില നിമിഷങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ കൊണ്ട് ഇവിടെയായി തീരട്ടെ. പ്രിയ മാത്യു എം കുര്യനെ ഞാൻ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. വളരെ പവിത്രവും പരിശുദ്ധവും പരിപാവനവുമായ ഈ ക്രിസ്തീയ വിവാഹ ശുശ്രൂഷയുടെ അധ്യക്ഷൻ പാസ്റ്റർ സാംകുട്ടി വർഗീസ് അവറുകൾ, ഇരുഭവനങ്ങളും വളരെ ആദരവോടുകൂടെ ഈ വിവാഹ ശുശ്രൂഷ നടത്തിക്കൊടുക്കുവാൻ ക്ഷണിക്കുക. നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന ശരൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ സീനിയർ ജനറൽ മിനിസ്റ്ററും മണക്കാല ഫെയ്ത്ത് തെളിക്കൽ സെമിനാരിയുടെ സ്ഥാപക പ്രസിഡന്റുമായിരിക്കുന്ന റവറൻഡ് ഡോക്ടർ ടി.ജി. കോശി അവറുകൾ, എനിക്ക് പിന്നാലെ ദൈവത്തിൻ്റെ വചനം വളരെ ആധികാരികമായി സംസാരിക്കുവാൻ ക്ഷണിക്കപ്പെട്ട നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന പാസ്റ്റർ ഫിജോയ് ജോൺസൺ അവറുകൾ, ബ്രദർ അലൻ്റെ അമ്പലക്കര സഭയുടെ പാസ്റ്റർ സാബു യോഹനൻ അവറുകൾ, സിസ്റ്റർ സോനുവിൻ്റെ കല്ലിശ്ശേരി സഭയുടെ ശുശ്രൂഷൻ പാസ്റ്റർ റോബിൻസൺ അവറുകൾ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വളരെ ബഹുമാന്യതരും ആദരണീയരുമായ വൈദിക ശ്രേഷ്ഠർ, സഭാ ശുശ്രൂഷകന്മാർ, വളരെ മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുന്ന ഗോഡ്സ് വോയിസ്, ഈ വിവാഹ ശുശ്രൂഷയുടെ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന ബ്രദർ അലൻ, സിസ്റ്റർ സോനു, അവരുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ ബഹുമാന്യതരായ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു നന്ന വരയ്ക്കുന്ന ഒരു മനുഷ്യൻ ലോകത്തിലെ ഏറ്റവും ഉദാത്തമായ നോബിളായ ഒരു കാര്യം വരയ്ക്കുവാനായിട്ട് ആഗ്രഹിച്ചു. എന്നാൽ അത് എവിടാ കണ്ടുപിടിക്കേണ്ടത്? തൻ്റെ കയ്യിലെ വരയ്ക്കുന്ന ബ്രഷുമൊക്കെ എടുത്ത് താനിങ്ങനെ യാത്ര തുടർന്നു. താൻ പോയ വഴിക്ക് ഒരു വൈദികനെ കണ്ടു. പറഞ്ഞു, അച്ഛാ, ഞാൻ ലോകത്തിലേക്ക് ഏറ്റവും ഉദാത്തമായ ഒരു കാര്യം, ശ്രേഷ്ഠമായ കാര്യം വരയ്ക്കുവാനായിട്ട് നടക്കുന്ന ഒരു ശില്പിയാണ്. ഏറ്റവും ഉദാത്തമായ കാര്യം ഏതെന്ന് അങ്ങേക്ക് പറയാമോ? അച്ഛൻ പറഞ്ഞു, ഏറ്റവും ഉദാത്തമായത് സ്നേഹമാണ്. സ്നേഹം എങ്ങനെയാ വരയ്ക്കുന്നത്? താൻ വീണ്ടും തൻ്റെ യാത്ര തുടർന്നു. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഒരു പൂജാരിയെ കണ്ടു, ഒരു സന്യാസിയെ കണ്ടു. ആ സന്യാസിയോട് ചോദിച്ചു, സന്യാസി, ഞാൻ
ഏറ്റവും ഉദാത്തമായ കാര്യം വരയ്ക്കുവാൻ വേണ്ടി നടക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ഉദാത്തമായ കാര്യം ഏതെന്ന് അങ്ങേക്ക് പറയാമോ? ആ സന്യാസി പറഞ്ഞു, ത്യാഗമാണ്. ത്യാഗം എങ്ങനെയാ വരയ്ക്കുന്നത്? തന്റെ യാത്ര പിന്നെയും തുടർന്നു. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ നന്നായി പാചകം ചെയ്യുന്ന ഒരു പാചകക്കാരനെ കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, ഞാനിങ്ങനെ ഏറ്റവും ഉദാത്തമായ കാര്യം വരയ്ക്കുവാൻ നടക്കുകയാണ്, ഏതാണ് ഏറ്റവും നോബിളായത്? ഉടനെ പാചകക്കാരൻ പറഞ്ഞു, രുചിയാണ്, ടേസ്റ്റാണ്. ഈ രുചി എങ്ങനെയാ വരയ്ക്കുന്നത്? ലവ്, സാക്രിഫൈസ്, ടേസ്റ്റ്, സ്നേഹം, ത്യാഗം, രുചി, ഇതെങ്ങനെയാ വരയ്ക്കുന്നത്? തൻ്റെ യാത്രയെല്ലാം കഴിഞ്ഞ് താൻ വളരെ ക്ഷീണിതനായിട്ട് തൻ്റെ ഭവനത്തിൽ മടങ്ങിയെത്തി. തൻ്റെ മനസ്സിലാകപ്പാടെ ഒരു ആകുലത, ഇതെല്ലാം എങ്ങനെ വരയ്ക്കണം? താൻ വീട്ടിലോട്ട് കയറി ചെന്നപ്പോൾ തൻ്റെ പ്രിയ സഹധർമ്മിണി വേഗം ഓടി വന്ന്, അച്ഛൻ ഒത്തിരി നടന്നു അല്ലേ, ആ വേർപ്പൊക്കെ അതാണല്ലേ കാണിക്കുന്നത്, സാരമില്ല, കയറി ഇരുന്നാട്ടെ, ഞാൻ ചൂടുവെള്ളം തരണമോ അതോ പച്ചവെള്ളം തരണോ അതോ കാപ്പി ഇട്ട് തരണമോ? ആ ബാഗ് ഇങ്ങി തന്നേ, ഞാനത് വാങ്ങി അകത്ത് വെക്കാം, ഈ ഫാനൊന്ന് ഇടട്ടെ, ആ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ തൻ്റെ പ്രിയ സഹധർമ്മിണി അടുത്ത് നിന്നോണ്ട് വളരെ സ്നേഹത്തോടെ വളരെ ത്യാഗത്തോടെ ആ മനുഷ്യന് ഒരല്പം സന്തോഷം കിട്ടത്തക്കവണ്ണം ഇടപെടുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, സ്നേഹത്തെ ഞാൻ വരയ്ക്കുന്നുവെങ്കിൽ, ത്യാഗത്തെ ഞാൻ വരയ്ക്കുന്നുവെങ്കിൽ, രുചിയെ ഞാൻ വരയ്ക്കുന്നുവെങ്കിൽ അതിനൊറ്റ പിക്ചറേ ഉള്ളൂ. ആ പിക്ചറാണ് കുടുംബം. ഇന്ന് ലോകത്തിൽ സ്നേഹങ്ങൾ പങ്കുവയ്ക്കുവാൻ, ത്യാഗങ്ങൾ പങ്കുവയ്ക്കുവാൻ, രുചികൾ പകരുവാനായിട്ട് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കുടുംബമാണ്. ഈ വിവാഹ ശുശ്രൂഷയിൽ കടന്നു വന്ന് ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്തൃദാസൻ പാസ്റ്റർ അലക്സ് ടി യോഹന്നാൻ ചില നാളുകൾക്ക് മുൻപ് ആവശ്യപ്പെട്ടപ്പോൾ അന്ന് മുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകി. ദീർഘവർഷത്തെ ഒരു ബന്ധമാണ് പാസ്റ്റർ അലക്സ് ടി യോഹന്നാനോട് കുടുംബത്തോടും ഞങ്ങൾക്കുള്ളത്. ബ്രദർ അലനെ കുറിച്ച് പറയുവാനായിട്ട് കർത്താവിന്റെ ദാസൻ നമ്മുടെ മധ്യത്തിലുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. മറിച്ച് the value of the children that draws from the values of the parents. മാതാപിതാക്കളുടെ മൂല്യങ്ങളാണ് മക്കളിലേക്ക് കൈമാറ്റം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അലന് ലഭിക്കുന്ന എല്ലാ മൂല്യങ്ങളും ആ മാതാപിതാക്കളിൽ നിന്നാണ്. ഏകദേശം ഒരു 18 വർഷത്തെ ശുശ്രൂഷ പരിചയം കർത്തൃദാസനോട് കുടുംബത്തോടും എനിക്കുണ്ട്. ഷാരൻ ഫെലോഷിപ്പ് ചർച്ചിനെ സംബന്ധിച്ച് വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബമാണ് പാസ്റ്റർ അലക്സ് ഊട്ടിയുടെയും കുടുംബം. തൻ്റെ കുടുംബത്തിൻ്റെയും സഹോദരങ്ങളുടെയൊക്കെ ശ്രമഫലമായിട്ട് ഉളവായൊരു സഭയാണ് കൊട്ടാരക്കര റീജിയനിൽ അമ്പലക്കര എന്ന സഭ. ആ സഭയുടെ ശുശ്രൂഷ ഇപ്പോൾ ഇവിടെ ആയിരിപ്പുണ്ട്. ആ സഭ ഉടലെടുക്കുവാനും ആ കെട്ടിടങ്ങൾ പണിയുവാനും ഇന്നത്തെ നിലയിലേക്ക് അത് വളർന്നു വരുവാനായിട്ട് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു കുടുംബമാണ് പാസ്റ്റർ അലക്സ് ഊട്ടിയുടെ കുടുംബം. എന്നാൽ താന് അവിടെ നിൽക്കാതെ മടക്കല സെമിനാരിയിലെ ദൈവവചനം പഠനം കഴിഞ്ഞ് താൻ വടക്കേ ഇന്ത്യയിലേക്ക് കടന്നുപോയി. ഡൽഹി സോണില്, ഷാരൻ ഫെലോഷിപ്പ് ചർച്ചിന്റെ ഡൽഹി സോണില് വിവിധ സഭകളില് താൻ ദീർഘകാലം കർത്തൃവേലയിലായിരുന്നു. ആ സമയത്ത് തന്നോട് ഒരുമിച്ച് പല മീറ്റിങ്ങുകളിൽ സംബന്ധിക്കുവാനായിട്ട് ദൈവം എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. അവർക്ക് ദൈവം നൽകിയ ആ ശുശ്രൂഷ, അവർക്ക് ദൈവം നൽകിയ ആ വലിയ ശുശ്രൂഷയുടെ മൂല്യങ്ങൾ മക്കൾ 3 പേർക്കും ഉണ്ട് എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പ്രിയ അലന്റെ സഹോദരൻ അന്നറ്റ് താൻ ഈയിടെയാണ് വിവാഹിതനായ. സിസ്റ്റർ സ്നേഹ നമ്മുടെ മധ്യത്തിലുണ്ട്. ആ കുടുംബജീവിതം അനുഗ്രഹമായി തീരട്ടെ. പ്രിയ അലന്റെ ഇളയ സഹോദരൻ ബ്രദർ അനീഷ് നമ്മുടെ മധ്യത്തിലുണ്ട്. ആ 3 പേരും വിദ്യാഭ്യാസത്തിലും ക്വാളിറ്റിയിലും ആത്മീക ശുശ്രൂഷകളിലും വളരെ മുൻതൂക്കം കൊടുക്കുന്ന
കുടുംബങ്ങളാണ്, സഹോദരങ്ങളാണ്. ഡൽഹിയിലായിരുന്നപ്പോഴും ഇപ്പോൾ അവര് അമേരിക്കയിലായിരിക്കുന്നു. അവിടെയും അതേ നിലകളിൽ പ്രയോജനപ്പെടുന്നു. ബ്രദർ അലനെ സംബന്ധിച്ച് നല്ല വിദ്യാഭ്യാസം ദൈവം നൽകി. അതിനെ തുടർന്ന് താൻ സ്റ്റേറ്റ്സിൽ ചെന്ന് താൻ തന്നെ ബിസിനസ്സുകൾ ചെയ്ത് കർത്താവിൻ്റെ വേലയിലും കർത്തൃദാസൻ തന്നെ കുറിച്ച് പറയുവാനായിട്ടുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് മുതിരുന്നില്ല. ഇന്ന് പ്രിയ അലന്റെ ഈ ശുശ്രൂഷയിൽ, വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനിടയായതിൽ ഞാൻ സന്തോഷിക്കുന്നു. You know what's the meaning of Alan? അലൻ എന്ന പദത്തിന്റെ അർത്ഥം ഞാൻ ഇപ്പോൾ ഡിക്ഷണറി നോക്കുകയായിരുന്നു. ഇറ്റ്സ് ഫെയർ, ഹാൻസം, നോബിൾ, ബ്രൈറ്റ്. കണ്ടാൽ തന്നെ അർത്ഥങ്ങളെല്ലാം ശരിയല്ലേ? അപ്പൊ സോനുവിന് ഒരു വിഷമം. സോനുവിനെ കുറിച്ച് you know the meaning of Sonu? The word Sonu comes from an Indian name, സോന. സ്വർണം എന്ന പദത്തിൽ നിന്ന് വന്ന പദമാണ് സോനു. സ്വർണം ധരിച്ചിട്ടില്ലെങ്കിലും the meaning of Sonu is pure gold and morning. പ്രഭാതത്തിൽ ഉദിച്ചുയർന്നു വരുന്ന സൂര്യന്റെ പ്രഭ, ശുദ്ധമായ തങ്കം എന്നൊക്കെയാണ് സോനു. കണ്ടാലും അങ്ങനെയൊക്കെ തന്നെ. കർത്താവിന് സ്തോത്രം. അവർ രണ്ടുപേരും അവരുടെ പേരിന്റെ അർത്ഥം പോലെ തന്നെ നോബിളായി, ബ്രൈറ്റായി, ഹാൻസമായി, നല്ല പ്രകാശമായി, നല്ല തേജസ്സായി, മറ്റുള്ളവർക്ക് ആ പ്രകാശം പരത്തുന്ന കുടുംബമായി തീരട്ടെ എന്ന് പ്രാരംഭത്തിൽ തന്നെ ആശംസ അർപ്പിക്കുന്നു. എനിക്ക് പിന്നാലെ ദൈവദാസന്മാര് ദൈവവചനം സംസാരിക്കാനായിട്ടുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ സമയം അധികം മുന്നോട്ട് നീക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒരു വചനഭാഗം മാത്രം നിങ്ങളെ ഓർപ്പിച്ച് എൻ്റെ വാക്കിൽ നിന്ന് ഞാൻ വേഗം വിരമിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യത്തില് നാം ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് മനുഷ്യൻ ഏകനായിരിക്കുന്നല്ല എന്ന് കണ്ട് ഞാൻ അവന് തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുക്കും. ഉൽപ്പത്തി പുസ്തകത്തിലാണ് സൃഷ്ടിപ്പിന്റെ വിവരങ്ങൾ മുഴുവൻ കാണുന്നത്. ഫാമിലി എന്ന് പറയുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സൃഷ്ടിപ്പ്, ദ ക്രിയേഷൻ ഓഫ് ദ ഫാമിലി, അത് നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എഫേസ് ലേഖനം 5-ാം അധ്യായം 30-31 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ധന്യനായ പൗലോസ്ലീഹ പറയുകയാണ്: അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും സംബന്ധിച്ചത്രേ പറയുന്നത്. അവിടെ കാണുന്നത് ക്രിയേഷൻ അല്ല, അവിടെ കാണുന്നത് ന്യൂ ക്രിയേഷൻ ആണ്. കുടുംബം എന്നതിനെ കുറിച്ച് ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. It's an institution where creation and new creation happens all over your life. സൃഷ്ടിപ്പും പുനർസൃഷ്ടിപ്പും ഒരുപോലെ നടക്കുവാനായിട്ട് ദൈവത്താൽ ഈ ലോകത്തിലാക്കി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാമിലി എന്ന് പറയുന്നത്. അതിനകത്ത് നടക്കുന്ന ഒരു കാര്യം സ്നേഹത്തിന്റെ പങ്കുവയ്ക്കലാണ്. ദൈവത്തിന് സ്തോത്രം. ബ്രദർ അലനെ സംബന്ധിച്ച് സ്നേഹം കൊടുക്കുവാനും സ്നേഹം സ്വീകരിക്കുവാനും, സിസ്റ്റർ സോനുവിനെ സംബന്ധിച്ച് സ്നേഹം ലഭിക്കുവാനും സ്നേഹം കൊടുക്കുവാനും ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ ഫാമിലിയെ ലീഗലായിട്ട് ദൈവത്തിന്റെ ഉടമ്പടി പ്രകാരം കർത്തൃദാസൻ അല്പനേരം കഴിഞ്ഞ് ഉടമ്പടി വാചകം ചൊല്ലിക്കൊടുത്ത് അവരെ ഒന്നാക്കി തീർക്കുന്ന ആ നിമിഷം മുതൽ സ്നേഹത്തിന്റെ പങ്കുവയ്ക്കലിന് വേണ്ടി, ഇവിടെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി നാം നേരിടുന്നത്. ഞാൻ ഇന്നലെ എൻ്റെ കുഞ്ഞിൻ്റെ പേരന്റ് ടീച്ചേഴ്സ് മീറ്റിങ്ങിന് വേണ്ടി ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ ആ സ്കൂളിലെ എൻ്റെ കുഞ്ഞിൻ്റെ ക്ലാസ് ടീച്ചർ എൻ്റെ അടുക്ക് വന്ന് പറയുമായിരുന്നു: സാറേ, ഞങ്ങളുടെ 3-4 കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം.
ഞാൻ ചോദിച്ച ഒരു പാസ്റ്റർ ആയതുകൊണ്ട് എന്നോട് അങ്ങനെ പറഞ്ഞത്. ഞാൻ ചോദിച്ചു, എന്തിനാ മാഡം പ്രാർത്ഥിക്കേണ്ടത്? ആ മാഡം പറഞ്ഞതാണ്, 4 കുട്ടികൾ, ആ 4 പേരും സ്നേഹത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ട് വീടുമായിട്ട് ബന്ധമില്ലാതെ പഠനത്തിൽ ഉഴപ്പി നടക്കുന്ന 4 കുഞ്ഞുങ്ങളെ ആ മാഡം എൻ്റെ മുൻപാകെ അവതരിപ്പിക്കുക ചെയ്തത്. ഞാൻ ഒരു കാര്യം മനസ്സിലായി, ഇന്നത്തെ യുവതലമുറയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് സ്നേഹം ലഭിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രൊവേർബ്സില് 5-ാം അധ്യായം 19-ാം വാക്യത്തില് പ്രൊവേർബ്സ് എഴുതിയ വ്യക്തി പറയുന്നത്, ബി captivated by the love of your partner at the youth. യൗവനത്തിലെ നിന്റെ ഭാര്യയുടെ പ്രേമത്താൽ, സ്നേഹത്താൽ നീ മത്തനായിരിക്കുക. പ്രിയ അലനും സോനുനും, നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരുന്നത് സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുമ്പോഴാണ്. അതിനകത്ത് സർവീസ് ഉണ്ട്, അതിനകത്ത് ഒന്നിപ്പുണ്ട്, അതിനകത്ത് ക്ഷമയുണ്ട്, അതിനകത്ത് ത്യാഗമുണ്ട്, അതിനകത്ത് ടേസ്റ്റ് ഉണ്ട്. അതെല്ലാം അനുഭവിച്ച് ദൈവരാജ്യത്തിനും ഇരു കുടുംബങ്ങൾക്കും മാതൃകയായി പ്രയോജനമായി തീരുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you very much for that wonderful words. ദൈവം കർത്താവിനദാസനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തിൽ കൂടെ നമ്മോട് ശക്തമായിട്ട് സംസാരിച്ചു. ദൈവം ധാരാളമായി ഉപയോഗിക്കട്ടെ എന്ന് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ചില നിമിഷങ്ങൾ കൂടെ നാം ദൈവവചനം കേൾക്കുവാൻ കൊണ്ട് പോവുകയാണ്. ദൈവം നമ്മോട് തുടർന്ന് സംസാരിക്കട്ടെ. പാസ്റ്റർ ബിജോയ് ജോൺസൺ അവരുകൾ ദൈവവചനത്തിൽ നമ്മോട് സംസാരിക്കാൻ പോകുന്നു. അദ്ദേഹം പ്രിയ അലന്റെ സഭയിലെ പാസ്റ്ററാണ്, ദേവദാസനാണ്. അദ്ദേഹം കടന്നു വരുവാൻ കൊണ്ട് ദൈവം തന്നെ സഹായിച്ചു. ദൈവം തന്നിൽ കൂടെ നമ്മോട് അറിയിക്കുവാനുള്ള ദൈവികമായിട്ടുള്ള സന്ദേശം ഇന്ന് പകൽക്കാലം തന്റെ ദാസനിൽ കൂടെ അറിയിക്കട്ടെ. അതിനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പാസ്റ്റർ ബിജോയ് ജോൺസനെ അതിനായി ക്ഷണിക്കുന്നു. Praise the Lord. Greetings to you in the name of our Lord and Savior, Jesus Christ. On behalf of Chattanooga Cornerstone Church of God, for the last 4 years, I have the honor of serving as Alan's pastor and the family's pastor. It is a great joy for me to be here this glorious day of God's faithfulness in our family's life. On January 1st, after Sunday morning worship service, we prayed for an Alan. I told Alan, if you get married, I promise you I will be there. വാക്ക് പാലിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവസ്ഥലിൽ നിങ്ങളോടായിരിക്കുന്നു. I am very thankful for this beautiful day God has given us. I'm also a person, I'm a strict person when it comes to honoring the time that has been given to me. സമയം പാലിക്കുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ഉള്ള ആളാണ് ഞാൻ. എൻ്റെ വല്യപ്പച്ചൻ തൊട്ട് എൻ്റെ ഫാദർ എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. ആദ്യം ഞാൻ സംസാരിക്കുന്നില്ല. On behalf of Chattanooga Cornerstone Church, കർത്താവിൻ്റെ ദാസൻ ഓടി ഓർപ്പിച്ചു കഴിഞ്ഞു ആളിൻ്റെ പേരിൻ്റെ മീനിങ് എന്തുവാണെന്നും സോനുവിൻ്റെ പേരിൻ്റെ മീനിങ് എന്തുവാണെന്നും കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചിരിക്കുന്നു. And I want to remind you, Alan and Sonu, this morning you are taking a holy step. Something holy belongs to God. Sometimes God creates things for himself and announces it to the mankind, and he holds it for himself. In many cases, God has been given and he has accepted both of you. Scripture says you are holy. God has claimed you, and you have given both of yourselves, have given yourself to God, and you have been accepted by him. This morning, you are here in a holy place. You are surrounded by holy people. And this is a holy time. This is a holy ritual. This is a holy sacrifice. And to be holy is to dwell in the realm of his lordship. And this morning we call marriage
a holy wedlock. This belongs to God, and He instituted marriage, and He owns it. So I want to tell both of you this morning, both of you guys are taking a holy step before a holy God. And you must live your life in a holy lifestyle in the presence of a holy God. Second thing I want to remind you, marriage is not about love. Marriage is about a commitment. People